നമസ്കാരം. ഇന്ത്യക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിൽ മികച്ച സ്കോറിലേക്ക് നീങ്ങിയ പാകിസ്ഥാനെ വരിങ്ങിക്കെട്ടിയത് ഇന്ത്യയുടെ ഉജ്ജ്വല ബോളിംഗ് ആണ്. ഒരു സമയത്ത് 270 അല്ലെങ്കിൽ 280 റൺസ് വരെയെങ്കിലും നേടുമെന്ന് തോന്നിച്ച പാകിസ്ഥാനെ 241 റൺസിന് എറിഞ്ഞൊതുക്കുകയായിരുന്നു ഇന്ത്യ. രോഹിത് ശർമ്മയുടെ തകർപ്പൻ ക്യാപ്റ്റൻസിക്ക് മുന്നിലാണ് പാകിസ്ഥാൻ വീണത് എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാം വിക്കറ്റിൽ മികച്ച കൂട്ടുകെട്ടുമായി മത്സരത്തിൽ പിടിമുറുക്കുമെന്ന് തോന്നിച്ച പാക് ടീമിനെ എറിഞ്ഞിട്ടത് രോഹിത്തിന്റെ തകർപ്പൻ ക്യാപ്റ്റൻസി കൊണ്ട് തന്നെയാണ്. കളിയിലെ ടേണിംഗ് പോയിന്റായി മാറിയ സംഭവങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മികച്ചത് ഏതാണെന്നും രോഹിത് ശർമ്മ ഇത് എങ്ങനെയാണ് നടപ്പാക്കിയത്, ഈ ഒരു പ്ലാൻ എങ്ങനെയാണ് നടപ്പാക്കിയതെന്നും നമുക്ക് നോക്കാം. മൂന്നാം വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്താൻ പാകിസ്ഥാൻ ടീമിന് സാധിച്ചിരുന്നു. വിക്കറ്റ് നഷ്ടമില്ലാതെ 40-ൽ നിന്നും പാക് ടീം 47-ലേക്ക് വീണപ്പോഴാണ് നായകൻ മുഹമ്മദ് റിസ്വാനും സൗദ് ഷക്കീലും ക്രീസിൽ ഒന്നിച്ചത്. വളരെ പതിഞ്ഞ താളത്തിൽ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയ ഈ ജോഡി 110 റൺസാണ് കൂട്ടിച്ചേർത്തത്. ഇതോടെ പാക് ടീം 33 ഓവറിൽ 2 വിക്കറ്റിന് 180 റൺസിലെത്തുകയും ചെയ്തു. 8 വിക്കറ്റുകൾ കൈവശമുള്ളതിനാൽ തന്നെ ശേഷിച്ച 17 ഓവറിൽ പാക് ടീം മികച്ച സ്കോർ അടിച്ചെടുക്കുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടു. എന്നാൽ 34-ാം ഓവറിൽ അർദ്ധ സെഞ്ചുറിക്ക് അരികിലെത്തിയ റിസ്വാനെ പുറത്താക്കി ഇന്ത്യ നിർണായക ബ്രേക്ക് ത്രൂ സ്വന്തമാക്കുകയായിരുന്നു. മത്സരത്തിലെ ടേണിംഗ് പോയിന്റും ഇവിടെയായിരുന്നു. 32-ാം ഓവർ വരെ സ്പിൻ ജോഡികളായ അക്ഷറിനെയും രവീന്ദ്ര ജഡേജയുമാണ് രോഹിത് മാറി മാറി പരീക്ഷിച്ചത്. എന്നാൽ 33-ാം ഓവറിൽ രോഹിത് ഗെയിം പ്ലാനിൽ മാറ്റം വരുത്തി. ജഡേജയെ വലിച്ച ശേഷം ഹർദിക് പാണ്ഡ്യയെ വീണ്ടും ഒരു സ്പെല്ലിനായി രോഹിത് തിരികെ വിളിച്ചു. പാക് ബാറ്റിംഗിന്റെ താളം തെറ്റിക്കാനായിരുന്നു രോഹിത്തിന്റെ പ്ലാൻ. ഈ ഓവറിലെ അവസാന ബോളിൽ റിസ്വാന്റെ ഒരു ക്യാച്ച് ഹർഷിത് റാണ പാഴാക്കിയതോടെ ഇന്ത്യ നിരാശരായി. ജഡേജയ്ക്ക് അടുത്ത ഓവർ നൽകാതെ അക്ഷറിനെ രോഹിത് അടുത്ത ഓവർ ഏൽപ്പിച്ചു. ഇതാണ് മത്സരത്തിലെ മാസ്റ്റർ സ്ട്രോക്കായി മാറിയത്. രണ്ടാമത്തെ പന്തിൽ തന്നെ റിസ്വാനെ അക്ഷർ മടക്കുകയായിരുന്നു. 46 റൺസിനാണ് റിസ്വാൻ മടങ്ങിയത്. ക്രീസിന് പുറത്തിറങ്ങി ഷോട്ടിന് തുനിഞ്ഞ പാക് നായകൻ ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു. റിസ്വാൻ മടങ്ങിയതോടെ പാക് ടീമിന്റെ താളവും നഷ്ടമായി. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ അവരുടെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. 90 റൺസിനിടെ 8 വിക്കറ്റുകളും പിഴുത ഇന്ത്യ പാക് ടീമിനെ 241 റൺസിന് എറിഞ്ഞിടുകയും ചെയ്തു. ഇന്ത്യൻ ടീമിന് 242 റൺസിന്റെ വിജയലക്ഷ്യമാണ് പാകിസ്ഥാൻ ടീം നൽകിയത്. ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാക് ടീം 2 പന്തുകൾ ബാക്കി നിൽക്കെ 241 റൺസിന് പുറത്താവുകയായിരുന്നു. മൂന്നാം നമ്പറിൽ ബാറ്റ് വീശിയ സൗദ് ഷക്കീലാണ് പാക് ടീമിന് കരുത്തായത്. 62 റൺസായിരുന്നു ഇദ്ദേഹം നേടിയത്. 76 പന്തുകൾ നേരിട്ട താരം 5 ഫോറുകളും നേടി. പാകിസ്ഥാൻ നായകൻ മുഹമ്മദ് റിസ്വാൻ 46, ഹുഷ്ദിൽ ഷാ 38, ബാബർ അസം 23 എന്നിവരും ഭേദപ്പെട്ട ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ചു. ഇന്ത്യൻ ബോളർമാരിൽ മികച്ചു നിന്നത് 3 വിക്കറ്റുകൾ എടുത്ത കുൽദീപ് യാദവ് തന്നെയാണ്. ഹർദിക് പാണ്ഡ്യയ്ക്ക് 2 വിക്കറ്റുകളും ലഭിച്ചു.